ബിഗ് ബോസിലെ 100 ദിവസങ്ങളിൽ 60 ദിവസവും പൂർത്തിയായിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ശരണ്യ ആനന്ദും ശ്രീരേഖയും പുറത്തായി. ഇനി വരാൻ പോകുന്ന ആഴ്ചകളിലൂടെ ഓരോരുത്തരെയും 2 പേരെ വീതം മത്സരത്തിൽ നിന്നും പുറത്താവുകയും ചെയ്യും. അതേസമയം ജെൻഡിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളുമായി എത്തുകയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ചിലർ. ഫൈനൽ 5-ൽ എത്താനും വിജയസാധ്യതയുള്ള മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയാണ് ജിൻഡോ. മാത്രമല്ല, തുടക്കത്തിൽ ജിൻഡോ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളും തമ്മിലുള്ള സാമ്യതയെ പറ്റിയാണ് ഒരാൾ പങ്കുവച്ച കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. കുറിപ്പിങ്ങനെ: ശരണ്യ പുറത്തായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കും? ട്രിപ്പിൾ സ്റ്റാൻഡ് കുമ്പിടി ആയിരിക്കില്ലേ? ഇനി അങ്ങോട്ട് രംഗം ചൂടാവുകയാണ്. നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങി. ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ ഇനി കണ്ടം വഴി ഓടിക്കും. ഇതല്ലേ മുന്നേ കണക്ക് കൂട്ടി ജിൻഡോ എന്ന് പറഞ്ഞ ആ ഡയലോഗ്? ഇത് ഗെയിമാണ്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആരെയും ഞാൻ നോക്കില്ല. ഞാനത് തട്ടിക്കളയും. ഞാൻ ആരെയും കൂടെ കൂട്ടുകയുമില്ല. പലരും അത് വളച്ചൊടിച്ചെങ്കിലും അതിലെ യാഥാസ്ഥിതികത ഇനിയാണ് പ്രത്യക്ഷത്തിൽ കാണാൻ പോകുന്നത്. പലർക്കും മനസ്സിലാകാത്ത ചിലരൊക്കെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്ന വലിയൊരു രഹസ്യമുണ്ട്. കളി തീരാതെ ഉറപ്പിക്കാൻ പറ്റില്ല. മറ്റെല്ലാവരും അപ്പോൾ മുന്നിൽ വരുന്നത് മാത്രം വിഷയമാക്കി സ്വയം നാണം കെട്ട മിടുക്കരായപ്പോൾ 1-ാം ദിവസത്തിൽ നിന്നുകൊണ്ട് 100-ാം ദിവസം കണക്ക് കൂട്ടിയ ജിൻഡോ, ആരുമല്ല എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ആരുമല്ലാതായി നിന്നുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രിയമുള്ള മത്സരാർത്ഥിയായ ജിൻഡോ, മണ്ടനെന്ന് മുദ്രകുത്തി അടച്ചാക്ഷേപിച്ചപ്പോൾ ഒരു പുഞ്ചിരി മാത്രം പകരം നൽകി സ്നേഹത്തിൻ്റെ വഴിവിളക്കായി അവരോടൊക്കെ സഹതപിക്കുക മാത്രം ചെയ്ത ജിൻഡോ, പ്രകോപനങ്ങളുടെ എല്ലാം മുന്നിൽ സഹനത്തിൻ്റെയും ക്ഷമയുടെയും പ്രതിബിംബമായി ജ്വലിച്ചു നിന്ന ജിൻഡോ, ഒറ്റപ്പെടുത്തലുകളിലും അവഗണനകളിലും ഹൃദയം നുറുങ്ങിയ വേദനകളിലും ജീവനും ജീവാത്മാവുമായ പെറ്റമ്മയെ സർവദാ പ്രാർത്ഥിച്ച് ആത്മധൈര്യം വീണ്ടെടുത്ത സേനാപതിയായ ജിൻഡോ, സഹമത്സരാർത്ഥികൾ പല രീതിയിലും കളിയാക്കുമ്പോൾ, ഒറ്റപ്പെടുത്തലുകൾ വളച്ചൊടിക്കലുകളിലൂടെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ, ഒരേ സമയം സ്നേഹമുള്ളവനും ക്ഷമാശീലനും ധൈര്യശാലിയും ബുദ്ധിമാനുമായ ജിൻഡയെക്കുറിച്ച് പറയാൻ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഇത്രയും മതി. ഞാൻ ആരുടെയും PR-ഉമല്ല. ജിൻഡയെ ഇഷ്ടപ്പെടുന്ന അനേകായിരങ്ങളിലൊരു സാധാരണ പ്രേക്ഷകൻ മാത്രമാണ്. മഞ്ഞപ്പിത്തം പിടിച്ചവർക്ക് കാണുന്നതെല്ലാം മഞ്ഞ എന്ന പോലെ ഒരു PR-ന് കാണുന്നതെല്ലാം അങ്ങനെ തോന്നുകയുള്ളൂ. കാരണം അതൊരു ജോലിയാണ്, അതൊരു കച്ചവടമാണ്. ലൈക്കോ കമൻറ്റോ ഒന്നും എൻ്റെ വിഷയമല്ല സുഹൃത്തുക്കളെ. എനിക്ക് പറയാനുള്ളത് പറയുക, അത്ര തന്നെ. ആരും മനസ്സിലാക്കാത്ത മറ്റൊരു വലിയ ബുദ്ധിമാൻ കൂടിയുണ്ട്. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്ന് മനസ്സിലാക്കി പുള്ളി കളം വിട്ട് പുറത്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിച്ചിരിക്കുന്നത്. ജിൻഡയെ പറ്റി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണെന്നാണ് നിരവധി ആരാധകർ കുറിപ്പിന് താഴെ കമൻറ്റുകൾ അറിയിച്ചുകൊണ്ടെത്തിയിരിക്കുന്നത്.